ക്രൈസ്തവർ ഏറ്റവും അധികം വേദനിക്കപ്പെട്ട നാട്ടിൽ കത്തോലിക്ക പുരോഹിതന് നാടിൻ്റെ അംഗീകാരം. റാഞ്ചിയിലെ മൗണ്ട് കാർമൽ സ്കൂൾ ഒർമാഞ്ചിയുടെ ഡയറക്ടർ ഫാദർ മാത്യു മഞ്ഞളി ഒസിഡിയെയാണ് ജാർഖണ്ഡ് ഗവർണർ സന്തോഷ് ഗാംഗ്വാർ ഐക്കൺ ഓഫ് ജാർഖണ്ഡായി പ്രഖ്യാപിച്ചത്. ജാർഖണ്ഡ് പ്രതിരോധ മന്ത്രി സഞ്ജയ് സേത്തും ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂളിലും അതിലൂടെയും സാമൂഹിക മാറ്റങ്ങളിലൂടെയും റാഞ്ചിയുടെ വിദൂര ഗ്രാമത്തിൻ്റെ വികസനത്തിനും രൂപീകരണത്തിനും നൽകിയ ശാശ്വതമായ സംഭാവനകളെയാണ് സംസ്ഥാനം വിലമതിച്ചത്. ഈ അപൂർവ ഭാഗ്യത്തിനിടയാക്കിയ വഴികളെക്കുറിച്ച് മാത്യു അച്ഛൻ സൺഡേ ഷാലോമിനോട് സംസാരിക്കുന്നു. നിഷ്പാതുക കർമ്മലീത്ത സഭയിലെ മലബാർ പ്രോവിൻസിലെ ഒരംഗമാണ് ഞാൻ, ഫാദർ മാത്യു മഞ്ഞളി OCD. കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് ജാർഖണ്ഡിലെ ഞങ്ങളുടെ റാഞ്ചി മിഷനിലാണ് ഞാൻ സേവനം ചെയ്യുന്നത്. ഈ ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസവും ആരോഗ്യവുമായ മേഖലകളിലൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിലെ തന്നെ സാക്ഷരതാ നിരക്കിൽ ജാർഖണ്ഡിന്റെ സ്ഥാനം വളരെ പിറകിലാണ്. ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു സംസ്ഥാനമായ ജാർഖണ്ഡില് ആകെ ഒരൊറ്റ മെഡിക്കൽ കോളേജ് ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ പരിസ്ഥിതി നമുക്ക് മനസ്സിലാകും. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ തന്നെ വിദേശികളായ മിഷണറിമാർ ഇവിടെ വന്ന് ചെയ്ത വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തനങ്ങളും അതേ തുടർന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഊർജ്ജസ്വലരായ അനേകം മിഷണറിമാരുടെ നല്ല പ്രവർത്തനങ്ങളുമാണ് ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ കുറച്ചെങ്കിലുമൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ റാഞ്ചി മിഷൻ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 27-ാം തീയതിയാണ് ജാർഖണ്ഡ് ഗവൺമെന്റിന്റെ ഐക്കൺ ഓഫ് ജാർഖണ്ഡ് എന്നുള്ള അവാർഡ് ജാർഖണ്ഡ് ഗവർണറിൽ നിന്നും ഞാൻ ഏറ്റുവാങ്ങിയത്. ഇത് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ഗവൺമെന്റ് നൽകുന്ന വലിയ ഒരു അംഗീകാരവും പ്രോത്സാഹനവുമാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് OCD മലബാർ പ്രൊവിൻസ് ജാർഖണ്ഡിലെ ഓർമാഞ്ചി എന്ന് പറയുന്ന ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിക്കുകയും പിന്നീട് ആ ഗ്രാമത്തിൻ്റെയും ആ പ്രദേശത്തിൻ്റെ തന്നെയും വികസനത്തിൻ്റെ നാഴികക്കല്ലായിട്ട് ഈ സ്കൂള് മാറുകയും ചെയ്യുകയായിരുന്നു. ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത് എന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ ഒരു ഗ്രാമത്തെ തന്നെ തൊട്ടറിഞ്ഞ് ആ ഗ്രാമത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും നിദാനമായിട്ട് മൗണ്ട് കാർമൽ സ്കൂൾ ഓർമാഞ്ചി ഇന്ന് നിലനിൽക്കുന്നു. ഈ 25 വർഷത്തിനുള്ളിൽ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ തികച്ചും ഗ്രാമീണരായ 100 കണക്കിന് വിദ്യാർത്ഥിനികൾ ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും പല മേഖലകളിൽ സേവനം ചെയ്തു വരുന്നു. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും IAS ഓഫീസേഴ്സും IPS ഓഫീസേഴ്സും ഒക്കെയായി ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ കൊറോണ മഹാമാരിയുടെ കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ രോഗികൾക്കായി സ്കൂള് തുറന്നു കൊടുത്തതും 2000-ഓളം വരുന്ന രോഗികളെ 3 മാസക്കാലത്തോളം ഭക്ഷണവും മരുന്നും താമസ സൗകര്യവും ഒരുക്കി ശുശ്രൂഷിച്ചതും ഗവൺമെന്റിന്റെ തന്നെ വലിയ പ്രശംസയ്ക്ക് പാത്രമായ ഒരു കാര്യമാണ്. മദ്യപാനം, പുകവലി, മയക്കുമരുന്നിന്റെ ഉപയോഗം തുടങ്ങിയ സാമൂഹിക വിപത്തുകളെ കുറിച്ച് ഗ്രാമവാസികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ കുട്ടികൾ ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങി നടത്തുന്ന തെരുവു നാടകങ്ങൾ ജാർഖണ്ഡിലെങ്ങും അതിപ്രസിദ്ധമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ ഇക്കോ ക്ലബ്ബ് കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ 2000-ത്തിലധികം വൃക്ഷത്തൈകളാണ് ഗ്രാമങ്ങളിൽ വച്ചുപിടിപ്പിച്ചത്. ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഗ്രാമവാസികൾക്ക് തണുപ്പുകാലങ്ങളിൽ കമ്പിളിപ്പുതപ്പുകൾ വിതരണം ചെയ്യുക, ഗ്രാമങ്ങൾ തോറും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, ഗ്രാമീണർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുക, ഗവൺമെന്റും മറ്റ് സന്നദ്ധ സംഘടനകളും നടത്തുന്ന അനാഥശാലകൾക്കും വൃദ്ധമന്ദിരങ്ങൾക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക തുടങ്ങി ഈ സമൂഹത്തെ തൊട്ടറിയുന്ന
ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സ്കൂള് ചെയ്തു വരുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയട്ടെ. ഇത്തരം അവാർഡുകൾ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് സമൂഹം നൽകുന്ന അംഗീകാരങ്ങളാണ്. ദൈവപിതാവിന്റെ കരുണാർദ്ര സ്നേഹത്തിന്റെ മുഖമായ ക്രിസ്തുവിനെ ഈ ജാർഖണ്ഡിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നൂതന സുവിശേഷവത്കരണത്തിന്റെ ആശയങ്ങളിലൂടെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ സമൂഹവും ഭരണകൂടങ്ങളും അത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇത്തരം അവാർഡുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള വലിയ പ്രോത്സാഹനമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ മിഷൻ പ്രദേശങ്ങളിൽ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിനൊക്കെയുള്ള ദൈവത്തിൻ്റെ വലിയ ഒരു അംഗീകാരവും പ്രചോദനവുമായിട്ട് ഞാനിതിനെ കാണും.